ഹലോ ഗൈസ്, നമുക്ക് ഇന്നലെ പുതിയൊരു വണ്ടി റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അത് വളരെ റെയർ വണ്ടിയാണ്. 2015 ഇറങ്ങി 2016 ആയപ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്തതാണ്. സെയിൽസ് കുറവായതുകൊണ്ട് തന്നെയാണ് സ്റ്റോപ്പായത്. പക്ഷേ വണ്ടി റെയർ മോഡലാണ്. ഇപ്പോൾ എടുത്തുവാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസിന് കിട്ടത്തുമില്ല. ആക്ച്വലി റെയർ വണ്ടിയാണ്. ഒരു കളക്റ്റീബിൾ ഐറ്റം പോലെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. കിട്ടാനും ഇച്ചിരി പാടാണ്. കിട്ടാൻ പാടില്ല, കിട്ടത്തില്ല. കാരണം ആ സമയത്ത് വളരെ ചുരുക്കം കൗണ്ടാണ് സെല്ലായി പോയത്. അപ്പം മറ്റേ വണ്ടി വേറൊന്നുമല്ല. വണ്ടി ഇതാണ് സാധനം, സ്പ്ലെൻഡർ പ്രോ ക്ലാസിക്. അതിൽ കണ്ട നമുക്ക് GT പോലെ ഇരിക്കും. GTയുടെ തന്നെ ഒരു ബാക്ക് സീറ്റും ഹാൻഡിൽ ബാർ സെറ്റപ്പും കഫേ റേസ് സെറ്റപ്പായിട്ടാണ് ഇവർ ഇറക്കിയിരുന്നത്. 2015 ഇറക്കി. പക്ഷെ ആ സമയത്ത് കഫേ റേസർ, ഹീറോയുടെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അധികം മേടിക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം സെല്ലായി പോയില്ല. വളരെ ചുരുക്കമാണ് കാണുന്നത്. എൻ്റെ മെയിനിൽ 3 കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത്: റെഡ്, ബ്ലൂ, ബ്ലാക്ക്. ഇത് റെഡാണ് കുറച്ചും കൂടെ ഇതായിട്ടുള്ളത്. വണ്ടി അത്യാവശ്യം നൈസ് തന്നെ കാണാൻ. പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും നോക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു ആദ്യം കണ്ടിട്ടില്ലാത്ത വണ്ടിയാണ്. കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും GTയുടെ ഒരു GT 100, GT 650 പോലെ GTയുടെ 100 എന്നൊക്കെ ആൾക്കാർ പറയും. കാണുമ്പോൾ ആൾക്കാർ നോക്കാം എന്തൊരു GT കണ്ടിട്ടില്ലാത്തൊരു വണ്ടിയാണല്ലോ. ഫ്രണ്ടിൽ റൗണ്ട് ലാമ്പും എന്താണ് ഹാൻഡിൽ ബാർ സെറ്റപ്പും ബാക്ക് കൗലൊക്കെ കൂടെ നോക്കാൻ നേരത്ത് ഒരു കാണാത്ത ടൈപ്പ് ഒരു വണ്ടി. അപ്പം ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. എക്സോസിനോടൊന്ന് കേട്ട് നോക്കാം. നമുക്കിതിൻ്റെ എക്സോസിനോടൊന്ന് കേട്ടാൽ മതി. കുറച്ച് വർക്ക് ചെയ്ത് മാറ്റുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് വാൽവ് ഉണ്ടോ, ഇത് സ്റ്റോക്ക് ആയിരുന്നു. ഇതിപ്പോൾ ഫുള്ള് ഇവിടെ നിന്ന് ഔട്ട്ലെറ്റ് കട്ട് ചെയ്തിട്ട് അകത്ത് തന്നെ ഒറ്റ ഹോളായിരുന്നു. അത് ഒരെണ്ണം മാറ്റിയിട്ട് ഒരു 4 ഹോളാക്കിയിട്ട്, അതായത് ഒരു ബുള്ളറ്റ് പോലെ, അതായത് ഒരു തോക്കിൻ്റെ ഒരു ഹോള് പോലെയൊക്കെ ആക്കിയെടുത്ത് സെറ്റപ്പാക്കി എടുത്ത്. സൗണ്ട് നൈസാണ്. പിന്നെ സിലിണ്ടർ വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു സൗണ്ട് വേറെ എന്തായാലും ഒരു വണ്ടിക്കും വരത്തില്ല. അപ്പോൾ മൈലേജൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. മൈലേജ് വന്നത് ഏകദേശം കിട്ടുന്നത് ഒരു 50-60 ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കാർബറേറ്റർ എന്താ ഇഷ്യൂസ് ഉണ്ടെന്നാണ് ഉണ്ടായിരുന്നു. കാർബറേറ്റർ ഇഷ്യൂസ് കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം പറയണൊരു 35-36 കിട്ടുന്നുള്ളതാണ് പറയുന്നത്. അത് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് സ്പ്ലെൻഡറിൻ്റെ വെച്ചിട്ട്. കുറച്ച് മാപ്പായിട്ടുണ്ട്. 10-15 സെക്കൻഡാണ്. അതല്ല, ഇത് ഇടിക്കില്ലടാ നിനക്ക്. എനിക്ക് സീനില്ല, നിനക്ക് ചെറുതായിട്ട് സീനായിരിക്കും. ഇത് പില്യം വെച്ച് പോകാൻ പറ്റിയൊരു വണ്ടിയല്ല. കാരണം ഓൾറെഡി ബാക്കിൽ കവല് കാരണം സീറ്റില്ല. അപ്പം പില്യം വെച്ച് പോകാനാണെങ്കിൽ നോക്കിയാൽ വേണ്ട. ജസ്റ്റ് ബാഡ് ഐഡിയ. പില്യം വെച്ച് പോകാനാണെങ്കിൽ ആ ഫ്രണ്ടേ പോണ വണ്ടിയുണ്ടോ, റെഡ്, ആ വണ്ടി നല്ല വണ്ടിയാണ്. അതെടുത്താൽ മതി. ഇതെൻ്റെ വണ്ടിയാണ്. കാർബറേറ്ററിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണം മിസ്സിങ് വരുന്നുണ്ട്. വണ്ടി മൂവ് ആവുന്നില്ല. ഈ കുറച്ചും കൂടെ ഹീറ്റ് ആവേണ്ടി വരുന്ന തോന്നണം. ബ്രേക്കില്ല. ഓക്കെ, ബ്രേക്ക് ഉണ്ട്. കുറേ നാൾ ഓടിക്കാണ്ട് ഇങ്ങനെ വെച്ചിരുന്നതിൻ്റെ കുറച്ച് ഇഷ്യൂസ് മാത്രമേ കാണുന്നു, അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, സംഭവം നോക്കുവാണെങ്കിൽ ഓൾറെഡി കളക്റ്റിബിളായിട്ട് കൊണ്ടു കിടക്കാനാണെങ്കിൽ വളരെ നൈസായിട്ട് ഒരു രസത്തിന് ഓടിച്ച് കിടക്കാം നമുക്ക് വണ്ടി. ഞാൻ കണ്ടില്ല. പിന്നെ ഒരു ഒറ്റയ്ക്കൊരു ഓടിച്ചെടുക്കാനാണ് ഇപ്പം നമ്മുടെ എന്താണ് GT തന്നെ ഇപ്പം സിംഗിൾ സീറ്ററാക്കി വെക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഓടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ തന്നെയാണ് എല്ലാവരും വരുന്നത്. സിംഗിൾ സീറ്റേഴ്സ് എല്ലാം ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള തന്നെയാണ്. ആ ഒരു ടൈപ്പ് സിംഗിൾ സീറ്ററായിട്ട് കൊണ്ട് കിടക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതാണ്. അത്രേ ഉള്ളൂ. നിന്ന് വേടാ വണ്ടി സിംഗിളായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പം എൻ്റെ പുറകിൽ പിന്നുണ്ട്, ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെയാണ് ഇരിക്കണത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി പാടാണ്. അതാണ് നമുക്ക് സിംഗിളായിട്ട് ഓടിക്കാനാണെങ്കിൽ ഒരു രസമാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. ഇച്ചിരി കമ്മിറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ, കഫേ റേസറിൻ്റെ ഒക്കെ പൊസിഷൻ രീതിയിലൊക്കെ ഇരുന്ന് ഇത് കംഫർട്ടായിട്ടൊക്കെ ഓടിച്ചു. ലോങ്ങിന് കൊള്ളത്തില്ല. ലോങ്ങിന് കഫേ റേസർ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓരോരുത്തർക്കും ഒരു ടൈപ്പാണ്. സ്പോർട്സിലേക്ക് 1000-2000 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് പോകണം. അതും ഓടിച്ചുകൊണ്ട് ഹിമാലയത്തിൽ പോകണവരൊക്കെ ഉണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട്
not about the bike, it's about the person who is liking the bike. അത് നൈസാണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഇത് ആക്ച്വലി ഓടിക്കുന്ന ആളുടെ പോലിരിക്കും. ബൈക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് ഇഷ്ടം. ഇപ്പോൾ കമ്പാരിസർ ഇഷ്ടമുള്ള ഓടിക്കുന്ന ആളാണെങ്കിൽ പറ്റും, ഓടിച്ചു പോകാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഓണറിന് അത്ര ലോങ് ഓടിക്കാൻ താല്പര്യമില്ല ഇതിൽ. കാരണം ഇതിൻ്റെ അപ്രൈറ്റ് പൊസിഷൻ കാരണമല്ല, ലോവർ റൈറ്റ് പൊസിഷൻ കാരണം. കമ്മിറ്റ് ആയിട്ടുള്ളതിനെ താക്കുലിരിക്കുന്നതുകൊണ്ട് തന്നെ നടുവേന എടുക്കുന്ന കാരണം ലോങ് പോകാൻ അത്രയ്ക്ക് നല്ലതല്ല. ദാറ്റ്സ് ഇറ്റ്. വണ്ടിയെപ്പറ്റി തൽക്കാലം അത്രയേ ഉള്ളൂ.